ഒരു കൊലപാതകമോ മറ്റ് കുറ്റകൃത്യങ്ങളോ നടത്തിയ ശേഷം ഒരാൾക്ക് എത്ര നാൾ നിയമത്തിൻ്റെ കണ്ണുവെട്ടിച്ച് മുങ്ങി നടക്കാൻ സാധിക്കും? അതിസമർത്ഥനായ കൊലയാളിയാണെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെട്ടിരിക്കും. കുറ്റകൃത്യങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇതുപോലെ പല കേസുകളും നമ്മുടെ മുന്നിലുണ്ട്. അതായത് വർഷങ്ങളോളം ഒളിവിൽ കഴിയുന്ന പ്രതികളെ പിടികൂടിയവരാണ് കേരള പോലീസ്. മലപ്പുറം അരീക്കോട് 13 വർഷം മുൻപ് നടന്ന ഒരു അരുംകൊല. ഭാര്യയെയും 2 മക്കളെയും വെള്ളത്തിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ മുഹമ്മദ് ഷെരീഫിൻ്റെ ക്രൂരത അക്കാലത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി ഒടുവിൽ ബംഗളൂരുവിൽ നിന്നും പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നു. ഹൈദരാബാദിൽ ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയ യുവാവിൻ്റെ ക്രൂരതയും കൊല്ലം കടക്കലിൽ പട്ടാപ്പകൽ നടന്ന കൊലപാതകവും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഭാര്യയുടെ പേരിലെടുത്ത 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ നടത്തിയ കൂട്ടക്കൊല. ഭാര്യയും മക്കളും അപകടത്തിൽ മരിച്ചുവെന്ന രീതിയിൽ പിന്നീട് കഥകൾ പ്രചരിപ്പിക്കുന്നു. 2013 മലപ്പുറം അരീക്കോട് 3 പേരെ വെള്ളക്കെട്ടിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. കേസിൽ പോലീസിൻ്റെ പിടിയിലായ പ്രതി പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങി 12 വർഷത്തോളമാണ് കാണാമറയത്ത് ഒളിവിൽ കഴിഞ്ഞത്. അക്കാലയളവിൽ ബംഗളൂരുവിൽ വെച്ച് മറ്റൊരു വിവാഹം കഴിച്ചു. അങ്ങനെ കുടുംബത്തോടൊപ്പം ഒളിവിൽ ജീവിക്കുമ്പോഴാണ് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചത്. നാടിനെ നടുക്കിയ അരീക്കോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി 12 വർഷത്തിന് ശേഷം പിടിയിലായിരിക്കുന്നു. പാവൂർ സ്വദേശി മുഹമ്മദ് ഷെരീഫിനെ കർണാടകയിലെ പരപ്പന അഗ്രഹാരത്തിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ പരപ്പ അഗ്രഹാരത്തിൽ ഇയാൾ താമസിക്കുന്നതായി രഹസ്യവിവരം ലഭിച്ച കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിസാഹസികമായാണ് പ്രതിയെ അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്തത്. 2015 നാട്ടിൽ നിന്ന് മുങ്ങിയ ഷെരീഫ് ബംഗളൂരുവിൽ പട്ടാണി എന്ന വ്യാജേനയാണ് താമസിച്ചിരുന്നത്. വെസ്റ്റ് ബംഗാൾ സ്വദേശിനിയായ യുവതിയെ വിവാഹം കഴിച്ച് ആധാർ കാർഡും മറ്റും വ്യാജമായി ഉണ്ടാക്കി ഇവിടെ സ്ഥിരതാമസക്കാരനായി മാറുകയായിരുന്നു. രാത്രി മാത്രമായിരുന്നു ഇയാൾ ടാക്സി ഓടിച്ചിരുന്നത്. ഹിന്ദി മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. മീശയും താടിയുമെല്ലാം പട്ടാണിയുടെ രൂപഭാവത്തിലേക്ക് മാറ്റി എല്ലാ അർത്ഥത്തിലും വേഷപ്രച്ഛന്നനായി ജീവിക്കുകയായിരുന്നു പ്രതി. ഇത്തരത്തിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാതെ ജീവിച്ചിരുന്ന പ്രതിയെയാണ് കൊണ്ടോട്ടി പോലീസ് സംഘം സാഹസികമായി പിടികൂടിയത്. സ്വന്തം ഭാര്യയും 2 കുട്ടിയും, ഒരു കുട്ടിക്ക് 2 വയസ്സും മറ്റൊരു കുട്ടിക്ക് 5 വയസ്സും, 3 ആട്കളെയും മർഡർ ചെയ്തിട്ട് മനഃപൂർവ്വമായിട്ട് ഒരു വെള്ളത്തിൽ തള്ളി ഡ്രൗണിങ് ചെയ്ത് ഉണ്ടായിരുന്നു. ആ കേസിൽ ആൾമോസ്റ്റ് 11 ഇയേഴ്സ് കഴിഞ്ഞ് 11 ഇയേഴ്സായിട്ട് ആബ്സ്കോണ്ടിങ്ങിൽ ഉണ്ടായിരുന്നു. അവരെ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് കിട്ടി. അവൻ അവിടെ ഒരു ടാക്സി ഡ്രൈവറായിട്ട് ഉണ്ടായിരുന്നു. അവന് അവിടെ ഒരു പുതിയ കല്യാണം കഴിച്ചിട്ട് ഉണ്ടായിരുന്നു. അവർക്ക് അവിടെയും കുട്ടികളുണ്ട്. കൊലപാതക കേസിൽ സാക്ഷി വിസ്താരം നടക്കുന്നതിനിടെ ജാമ്യത്തിലിറങ്ങിയ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. ഒളവട്ടൂർ മായങ്കരത്തടത്തിൽ സാബിറ, മക്കളായ 4 വയസ്സുകാരി ഫാത്തിമ ഫിദ, 2 വയസ്സുകാരി ഹൈഫ എന്നിവരെ വെള്ളക്കെട്ടിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലാണ് ഷെരീഫ് അറസ്റ്റിലായത്. 2013 ജൂലൈയിലായിരുന്നു സംഭവം. ഭാര്യയും മക്കളും അപകടത്തിൽ മരിച്ചുവെന്നായിരുന്നു ഷെരീഫ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൂട്ടക്കൊലയാണ് ഇതെന്ന് വ്യക്തമായി. ഭാര്യയുടെ പേരിലെടുത്ത 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക സ്വന്തമാക്കി പുതിയ വിവാഹം കഴിച്ച് ജീവിക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്ന് പോലീസ് കണ്ടെത്തി. കുറ്റകൃത്യം നടന്ന് 76-ാം ദിവസം അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഇതിനിടെ പ്രതിക്ക് ജാമ്യം ലഭിച്ചു. മഞ്ചേരി സെഷൻസ് കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേൾക്കാനായി പ്രതി ഹാജരായിരുന്നു. 2014 ഏപ്രിൽ 22-നാണ് പ്രതി ഒളിവിൽ പോയത്. സാബിറയുടെ കുടുംബം നീതി തേടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജയിലിലേക്ക് അയച്ചു. ന്യൂസ് 18 മലപ്പുറം. പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അസുറുദ്ദീനും ഫർഹാത്തും. പിന്നീട് ഇവർക്ക് 2 പെൺകുട്ടികൾ ജനിച്ചു. 3ാമതൊരു ആൺകുട്ടി വേണമെന്ന് അയാൾ ആഗ്രഹിച്ചതാണ്. എന്നാൽ വീണ്ടും പെൺകുഞ്ഞ് ജനിക്കുമോ എന്ന് സംശയം. അതിൻ്റെ പേരിൽ ഗർഭിണിയായ ഭാര്യയെയും 2 മക്കളെയും കുളത്തിലേക്ക് എറിഞ്ഞ് ക്രൂരമായി നടത്തിയ കൂട്ടക്കൊല.
തെലങ്കാനയിൽ ഭാര്യയെയും 2 പെൺകുട്ടികളെയും നീന്തൽക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്നറിഞ്ഞതിൻ്റെ നടുക്കത്തിലാണ് നാട്ടുകാർ. കേസിൽ ഭർത്താവ് അസറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗർഭചിത്രം നടത്താൻ ഭാര്യ തയ്യാറാകാത്തതിൻ്റെ വിരോധത്തിലാണ് കൂട്ടക്കൊല നടത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. വാറങ്കൽ ഖമ്മം ദേശീയപാതയ്ക്കരികിലുള്ള നീന്തൽക്കുളത്തിലാണ് 26-കാരിയായ ഫർഹദാനെയും മക്കളായ 8 വയസ്സുള്ള ഉമേറ, 6 വയസ്സുകാരി അയേഷ എന്നിവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച രാത്രിയാണ് സംഭവം. വാടകയ്ക്ക് നൽകാറുള്ള ഇവരുടെ തന്നെ നീന്തൽക്കുളത്തിലാണ് 3 പേരുടെയും മൃതദേഹം കണ്ടെത്തിയത്. അന്ന് വൈകിട്ടാണ് അസറുദ്ദീനും കുടുംബവും ഇവിടെ എത്തിയത്. ഇവിടെ സമയം ചിലവഴിക്കുന്നതിനിടെ ഭാര്യയും കുട്ടികളും കാൽവഴുതി നീന്തൽക്കുളത്തിൽ വീണെന്നാണ് ഇയാളുടെ മൊഴി. നാട്ടുകാരും സമീപവാസികളും എത്തിയാണ് യുവതിയെയും കുട്ടികളെയും നീന്തൽക്കുളത്തിൽ നിന്ന് പുറത്തെടുത്തത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സംഭവത്തിൽ അസറുദ്ദീൻ പറയുന്നത് വിശ്വാസയോഗ്യമല്ലെന്നാരോപിച്ച് യുവതിയുടെ കുടുംബം രംഗത്തെത്തി. അപകടമരണമല്ലെന്നും ഫർഹാദിനെയും കുട്ടികളെയും അസറുദ്ദീൻ കൊലപ്പെടുത്തിയതാണെന്നും ഇവർ ആരോപിച്ചു. അസറുദ്ദീന്റെ മൊഴിയിൽ സംശയമുണ്ടായതോടെ പോലീസ് നടത്തിയ വിശദാന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമെന്ന് വ്യക്തമായത്. പ്രണയിച്ചാണ് ഇരുവരും വിവാഹിതരായത്. ഇവർ തമ്മിൽ നിരന്തരം തർക്കങ്ങളുണ്ടായിരുന്നു. ഇനിയൊരു പെൺകുഞ്ഞ് വേണ്ടെന്ന് അസറുദ്ദീൻ യുവതിയോട് പറഞ്ഞിരുന്നതായി പോലീസ് പറയുന്നു. മൂന്നാമത്തേതും പെൺകുഞ്ഞാണെന്നറിഞ്ഞപ്പോൾ ഗർഭചിത്രം നടത്താൻ ഇയാൾ നിർബന്ധിച്ചു. ഇതിന് തയ്യാറാകാതിരുന്നതോടെ 3 പേരെയും കുളത്തിനടുത്ത് എത്തിച്ച് വെള്ളത്തിലേക്ക് തള്ളി വീഴ്ത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അസറുദ്ദീന്റെ മൊബൈൽ ഫോൺ വിവരങ്ങളും കുളത്തിനടുത്തുള്ള CCTV ദൃശ്യങ്ങളും അന്വേഷണത്തിൽ നിർണായകമായി. ന്യൂസ് 18 തെലങ്കാന. കൊല്ലത്ത് ഗുണ്ടാ നേതാവിനെ പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയതിൻ്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതിനിടെ കടക്കലിൽ നിന്ന് മറ്റൊരു അരുൺ കൊലയുടെ വാർത്ത. പന്തളമുക്ക് സ്വദേശി ശരത്തിനെ ഓട്ടോറിക്ഷയിലെത്തിയ 3 അംഗ സംഘമാണ് കുത്തിക്കൊന്നത്. കൊലയ്ക്ക് പിന്നിൽ ബാറിൽ വെച്ചുണ്ടായ തർക്കമെന്നാണ് സൂചന. കേസിൽ 2 പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ മറ്റൊരു പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാണ്. യുവാവിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ എത്തിയതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. വൈകുന്നേരം 5:45ഓടെയാണ് കടയ്ക്കലിനെ നടുക്കിയ സംഭവമുണ്ടായത്. പന്തളമുക്ക് സ്വദേശിയായ ശരത്തിനെയാണ് ഓട്ടോറിക്ഷയിലെത്തിയ 3 അംഗ സംഘം ചേർന്ന് ആക്രമിച്ചത്. കുത്തേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ശരത്ത് രക്ഷപ്പെടാൻ സമീപത്തെ ഒരു വീട്ടിലേക്ക് ഓടിക്കയറി. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് ഇയാളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരു പിടിച്ചു തള്ളുന്ന കണ്ട് ഞാൻ ബൈക്ക് എടുത്തുകൊണ്ട് ഓടി വന്നപ്പോൾ ഇവരെ ആട്ടയം കൊണ്ട് പോകുന്നതാണ് ഈ കുത്തിയ പാർട്ടി. ഈ കുത്തു കൊണ്ട ആൾക്കാരെ ഞാൻ ഇവർ ഓടുന്നത് ഞാൻ കണ്ടു. ഈ കുത്തു കൊണ്ട പാർട്ടികളെ എങ്ങോട്ട് പോയെന്ന് അറിയാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ 2 പേരുണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞ് കാക്കാ വീടിൻ്റെ അകത്ത് കുത്തുകൊണ്ട പാർട്ടി കിടക്കുകയാണ്. ഞാൻ വന്ന് നോക്കിയപ്പോൾ കുത്തുകൊണ്ട് ഇവിടെ കിടക്കുകയാണ്. രക്തം കയ്യിൽ 3-4 നെഞ്ചിൽ കുത്തുകൊണ്ടാണ് പ്രശ്നമാവുന്നത്. എൻ്റെ വീട്ടിലാണ് കയറിയത്. സംഭവത്തിൽ കടയ്ക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊലയ്ക്ക് പിന്നിൽ ബാറിൽ വെച്ചുണ്ടായ തർക്കമെന്നാണ് സൂചന. 2 പേർ പോലീസ് കസ്റ്റഡിയിലുള്ളതായാണ് വിവരം. ന്യൂസ് 18 കൊല്ലം. കാസർഗോഡ് 6 വയസ്സുകാരനെ രണ്ടാനച്ഛൻ ക്രൂരമായി മർദ്ദിച്ചത് സ്വന്തം അമ്മയുടെ ഒത്താശയോടെയാണോ? കേസ് അട്ടിമറിക്കാൻ പോലീസ് നീക്കം നടത്തിയോ? പരാതി ഒത്തുതീർപ്പാക്കാൻ ആരാണ് കൂട്ടുനിന്നത്? സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി കുട്ടിയുടെ പിതാവ് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതി ഷൗക്കത്ത് അലിക്കെതിരെ ദുർബല വകുപ്പ് ചുമത്തിയത് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയെന്നാണ് പിതാവ് അബ്ദുറഹ്മാന്റെ പരാതി. വായിൽ തുണി തിരുകി ക്രൂരമായി മർദ്ദിച്ചുവെന്ന് കുട്ടിയുടെ മൊഴിയിൽ പറയുന്നു. ഇതിനിടെ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 6 വയസ്സുകാരനെ രണ്ടാനച്ഛൻ ഷൗക്കത്ത് അലി ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുട്ടിയുടെ പിതാവ് അബ്ദുറഹ്മാൻ ഉന്നയിക്കുന്നത്. പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകളാണെന്ന് പിതാവ് ആരോപിച്ചു. ഇത് പ്രതിക്ക് ജാമ്യം ലഭിക്കാനിടയാക്കി. കുട്ടി നേരിട്ടത് കൊടിയ പീഡനമായിരുന്നു. പോലീസിൽ ഹാജരാക്കിയ ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ്. വായിൽ തുണി തിരുകിയായിരുന്നു മർദ്ദനമെന്ന് കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. മാതാവിന്റെ അറിവോടെയാണ് മർദ്ദനമെന്നും പിതാവ് ആരോപിച്ചു. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഉണ്ടായില്ല. കേസ് ഒത്തുതീർപ്പാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും പിതാവ് പറയുന്നു. കുഞ്ഞിന്റെ വായിൽ തുണി തള്ളിയിട്ട് അടിക്കുന്ന വീഡിയോസ് അടക്കം കാണിച്ചു കൊടുത്തിട്ടും പോലും പോലീസുകാർ അതിനുള്ള വകുപ്പ് എഴുതിയിട്ടില്ല. എന്നോട് പറഞ്ഞതും പോലീസുകാർ ഇതേ വാക്ക്, കേസും കാര്യത്തിനൊന്നും പോണ്ട, അവരെല്ലാം വലിയ പിടിപാടുള്ള ആൾക്കാരാണ്, നീ തീർത്തിട്ട് കുട്ടികളും കൂട്ടിയിട്ട് നീ പോയിക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, പറ്റില്ല, എനിക്ക് കേസും വഴിയിലേ പോകാൻ പറ്റുമോ. അപ്പോൾ കുറേ പ്രാവശ്യം അങ്ങനെ ചോദിച്ചു. SI അനൂപ് സാർ എന്ന് പറയുന്ന സാറ്. അപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവർ ഓക്കെ കേസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്തൊരു കുട്ടീൻ്റെ മൊഴി എഴുതാത്ത അവർക്ക് തോന്നുന്ന FIR എഴുതിയിട്ട് കേസെടുത്തു. അവന് ജാമ്യനും കിട്ടി. എൻ്റെ തീരുമാനം, എൻ്റെ കുഞ്ഞിക്ക് നീതി കിട്ടണം. ഇത്ര ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ അടിച്ചിട്ട് അവനെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഈ കുഞ്ഞിന് പുറത്ത് നടക്കാൻ പറ്റില്ല, ഒരു സ്കൂളിൽ പോകാനും പറ്റില്ല. കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പോലീസിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെടും. സംഭവത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോട് വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ നിർദ്ദേശിച്ചു. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 6 വയസ്സുകാരനോടാണ് രണ്ടാനച്ഛന്റെ ക്രൂരതയുണ്ടായത്. മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അയൽവാസി പകർത്തി പോലീസിന് അയച്ചു കൊടുക്കുകയായിരുന്നു. കുട്ടിയുടെ പിതാവിന്റെ പരാതിയിലാണ് പോലീസ് രണ്ടാനച്ഛൻ ഷൗക്കത്തിനെ വിളിച്ചു വരുത്തുകയും കേസെടുക്കുകയും ചെയ്തത്. 4 മാസം മുൻപാണ് കോടതി നിർദ്ദേശപ്രകാരം ഇവരുടെ 3 കുട്ടികളുടെ സംരക്ഷണ ചുമതല മാതാവിനെ ഏൽപ്പിച്ചത്. 3 മാസത്തോളമായി ഇതിൽ 6 വയസ്സുകാരനായ കുട്ടിയെ രണ്ടാനച്ഛൻ ക്രൂരമായി മർദ്ദിക്കുന്നുവെന്നാണ് പരാതി. സംഭവത്തെ തുടർന്ന് പിതാവിനൊപ്പം പോലീസ് വിട്ട 6 വയസ്സുകാരൻ ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരീരമാസകലം മർദ്ദനമേറ്റ പാടുകളുണ്ട്. പോലീസ് ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തിയ സാഹചര്യത്തിൽ വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനാണ് പിതാവിന്റെ തീരുമാനം. ന്യൂസ് 18 കാസർഗോഡ്. ലഹരി സംഘങ്ങളെ പിടിച്ച് നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമങ്ങൾ പതിവായി ഉണ്ടാകുന്ന സംഭവങ്ങൾ. ഇടുക്കി കമ്പംമേട്ടിൽ വിദ്യാർത്ഥികളെ ലഹരി സംഘം ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. 14 വയസ്സുകാരനായ കുട്ടി ഉൾപ്പെടെ 3 പേർക്കാണ് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥികൾ ജിമ്മിൽ പോകുന്നതും ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കുന്നതും ചോദ്യം ചെയ്തായിരുന്നു ആക്രമണമെന്നാണ് ആരോപണം. കമ്പംമെട്ട് തങ്കച്ചൻകട നിവാസികളായ കിഴക്കേപ്പറമ്പിൽ ജെയിൻ ജോയ്, പള്ളിവാതിക്കൽ ടോജോ, ഇയാളുടെ അനുജനായ 14 വയസ്സുകാരൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ദുഃഖവെള്ളി ദിനത്തിൽ കുരിശുമല കയറിയ ശേഷം തിരികെ വന്നപ്പോഴായിരുന്നു സംഭവം. സുഹൃത്തിന്റെ വാഹനവുമായാണ് ഇവർ മല കയറാൻ പോയത്. വാഹനം തിരികെ കൊടുക്കാൻ പോകുന്നതിനിടെ 3 ബൈക്കുകളിലായി വന്ന ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് ഇവർ പറയുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബൈക്ക് എടുത്തുണ്ട് ഞങ്ങൾ പോയെ എഴുമയിൽ മല കയറാൻ. അപ്പോൾ തിരിച്ചവിടെ വന്ന് അവന് ബൈക്ക് കൊടുക്കാനായിട്ട് ആ വഴി നിന്നപ്പം ഒരു 3 പേര് ട്രിപ്പിൾസ് അടിച്ചൊരു 9 പേര് ഞങ്ങളെ വന്ന് അനാവശ്യമായി തെറി വിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ഈ വിദ്യാർത്ഥികൾ പതിവായി ജിമ്മിൽ പോകാറുണ്ട്. കഴിഞ്ഞയിടെ ചാമ്പ്യൻഷിപ്പുകളിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്ത ശേഷം അസഭ്യം പറയുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് ആരോപണം. മേഖലയിൽ ചിലർ ലഹരി ഉപയോഗിച്ച ശേഷം പതിവായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടെന്നും ആരോപണമുണ്ട്. വിദ്യാർത്ഥികൾ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കമ്പംമെട്ട് പോലീസിലും ചൈൽഡ് ലൈനിലും ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. സിനിമാ സെറ്റിൽ വെച്ച് യുവനടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ ആരാണ് രക്ഷപ്പെടാൻ സഹായിച്ചത്? നടിയെ പീഡിപ്പിക്കാൻ മറ്റാരുടെയെങ്കിലും സഹായമോ ഒത്താശയോ ഉണ്ടായിട്ടുണ്ടോ? കേസിൽ ഒരു നടനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം.
അതിനിടെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. കുറ്റകൃത്യം നടന്നുവെന്ന് സംശയിക്കുന്ന 2 കാരവാനുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ 3 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിവരെയാണ് കസ്റ്റഡി കാലാവധി. ചൊവ്വാഴ്ച രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ജനുവരിയിൽ നടന്ന സംഭവത്തിൽ രഹസ്യമായാണ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് അറസ്റ്റ്. മികച്ച ചികിത്സ നൽകണം തുടങ്ങിയ വാദങ്ങളായിരുന്നു രഞ്ജിത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ചികിത്സ ആവശ്യമെങ്കിൽ ഉറപ്പാക്കുവാനും 24 മണിക്കൂർ കൂടുമ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും നിർദ്ദേശം നൽകിക്കൊണ്ടാണ് കോടതി രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായാണ് അറസ്റ്റെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ എസ് രാജീവ്. ഒരു സുപ്രീം കോടതിന്റെ പല ജഡ്ജ്മെന്റ്സ് ഉണ്ട്. 5 വർഷത്തിൽ 7 വർഷത്തിൽ താഴെയുള്ള കസ്റ്റഡി കൊടുക്കാവുന്ന, സെന്റൻസ് കൊടുക്കാവുന്ന ഒഫൻസസിൽ അറസ്റ്റ് ചെയ്യരുത്. 35(3) അനുസരിച്ച് നോട്ടീസ് കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ ഒരു പുതിയ പ്രതിഭാസമാണ് രാത്രി പോയോ അല്ലെങ്കിൽ ഓടിച്ചിട്ട് ചേസ് ചെയ്ത് അറസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഈ സുപ്രീം കോടതിയൊക്കെ പറയണത് എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് ഭയങ്കര സംശയമുണ്ട്. അതിനിടെ കുറ്റകൃത്യം നടന്നുവെന്ന് സംശയിക്കുന്ന 2 കാരവാനുകൾ പോലീസ് ചങ്ങനാശ്ശേരിയിൽ നിന്നും പിടിച്ചെടുത്ത് കൊച്ചിയിലെത്തിച്ചു. ഫോർട്ട് കൊച്ചിയിലെ സിനിമാ ലൊക്കേഷനിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന യുവനടിയുടെ പരാതിയെ തുടർന്നാണ് തൊടുപുഴയിൽ നിന്നും രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവ സമയം ലൊക്കേഷനിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഓസ്ട്രേലിയയിൽ PR, ഗൾഫിൽ വിസ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സാധാരണ ഒരു മലയാളി മനസ്സിൽ വലിയ സ്വപ്നങ്ങൾ കാണുമല്ലേ? ഇത്തരം പരസ്യങ്ങൾ കാണുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആരും ഒന്ന് ആഗ്രഹിച്ചു പോകും. എന്നാൽ നാട്ടിൽ നിരവധി തട്ടിപ്പ് ഏജൻസികളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ വ്യാജ കമ്പനികൾ രൂപീകരിച്ച് വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിലാണ് പുതിയൊരു തട്ടിപ്പിൻ്റെ കഥ പുറത്തു വന്നത്. സംസ്ഥാനത്ത് കോടികളുടെ വിസ തട്ടിപ്പ് നടത്തിയ കേസിൽ എറണാകുളം സ്വദേശികളായ ബിജു ബാല, രശ്മി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊട്ടാരക്കര സ്വദേശി ബിജുവിൽ നിന്ന് 10.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ദമ്പതികളെ പിടികൂടിയത്. കേരളത്തിൽ മാത്രം ഏകദേശം 20 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി FIR-ൽ പറയുന്നു. ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയി ജോലിയും പെർമനന്റ് റെസിഡൻസ് വിസയും വാങ്ങി നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ബിജുവിന്റെ സുഹൃത്ത് മുഖേനയാണ് ദമ്പതിമാരെ പരിചയപ്പെടുന്നത്. ഓസ്ട്രേലിയയിൽ ഉയർന്ന കമ്പനി നടത്തുന്നവരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുള്ള ദമ്പതിമാരുടെ ഫോൺ കോളിൽ ബിജു കുടുങ്ങുകയായിരുന്നു. ബാങ്ക് അക്കൗണ്ട് വഴിയും പേടിഎം വഴിയും ലക്ഷങ്ങൾ പ്രതികൾ കൈക്കലാക്കി. തുടർന്ന് വീട്ടിലെത്തി 10.5 ലക്ഷം രൂപ കൈമാറി. തുടർന്നാണ് തട്ടിപ്പെന്ന് ബോധ്യമാവുകയും ബിജു പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. ഇവര് എന്നെ ഓസ്ട്രേലിയയിൽ PR വാങ്ങിത്തരാൻ, പെർമനന്റ് റെസിഡൻസ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ നിന്ന് പൈസ തട്ടിക്കുന്നത്. അത് പലപ്പോഴായിട്ട് 5.5 ലക്ഷം രൂപയോളം അക്കൗണ്ടിലൂടെയും 5.5 ലക്ഷം രൂപ, മൊത്തം 10 ലക്ഷം രൂപയുണ്ട്. ക്യാഷായിട്ടുമാണ് പലപ്പോഴും വന്നിട്ട് ഇവരും രണ്ടുപേരും കൂടെയാണ് വന്നിട്ട് വാങ്ങിയിട്ടുള്ളത്. പലപ്പോഴായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്, ബാക്കി ബാങ്ക് ട്രാൻസ്ഫർ അല്ലാതെ. അതിനിപ്പോൾ അവൻ വേറെന്തോ കഥകൾ അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിശ്വസിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ ചാറ്റിംഗ് ഉണ്ട്. ഇവന് ഞാൻ ഓസ്ട്രേലിയൻ കൗൺസിലേറ്റിലാണ് എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ഏതോ ഒരു സ്ത്രീയെ കൊണ്ടൊക്കെ വിളിപ്പിക്കുമായിരുന്നു. എന്നിട്ട് ചാറ്റ് ചെയ്യിക്കുമായിരുന്നു. ഞാൻ അവിടെ ഇരിക്കുവാണ്, ഇപ്പം നിങ്ങൾ പൈസ ഇട്ടേ പറ്റത്തുള്ളൂ എന്നുള്ള ചാറ്റിംഗ് എൻ്റെ ഉണ്ട്. എൻ്റെ പഴയ മൊബൈലിലാണുള്ളത്. 2021-22 ഈ സംഭവങ്ങൾ നടക്കുന്നത്. പൂയപ്പള്ളി പോലീസിന്റെ അന്വേഷണത്തിൽ എറണാകുളം മരടിലെ വാടക വീട്ടിൽ നിന്ന് ബിജു ബാലനെയും ഭാര്യ രശ്മിയെയും പിടികൂടുകയായിരുന്നു. കേരളത്തിൽ മാത്രം ഏകദേശം 20 കോടിയോളം രൂപയുടെ തട്ടിപ്പുകൾ നടത്തിയതായി പോലീസ് പറയുന്നു. വ്യാജ മാട്രിമോണിയൽ സൈറ്റുകളിലൂടെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചതിനും ഇവർക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ പരാതികളുണ്ട്. എറണാകുളം സ്വദേശിനിക്ക് 80 ലക്ഷമാണ് നഷ്ടമായത്. ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തി ലക്ഷങ്ങൾ നഷ്ടമായവരുമുണ്ട്. കായംകുളം, കണ്ണൂർ എന്നീ സ്റ്റേഷനുകളിൽ 15ഓളം പരാതികൾ ഇവർക്കെതിരെ നിലവിലുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 കൊല്ലം. കേരളത്തെ സർക്കാർ ആശുപത്രികൾ ചില പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബസ്വത്ത് പോലെയാണ്. ആശുപത്രികളിലെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇടുക്കിയിൽ ആശുപത്രി ജീവനക്കാരെ ആക്രമിച്ച സംഭവത്തിൽ CPI പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായി. ഉടുമ്പൻചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളിക്ക് സാരമായി പരിക്കേറ്റിരുന്നു. CPI പ്രാദേശിക നേതാവായ നെടുംകണ്ടം വട്ടപ്പാറ സ്വദേശി കൊച്ചുപുരയ്ക്കൽ ജോസി മാത്യു, കവുന്തി കോഴിക്കുന്നൽ KK സിബിൻ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. ഉടുമ്പൻചോല ആശുപത്രിയിലെത്തിയ ഇവർ ജീവനക്കാരെ അസഭ്യം പറയുകയും തുടർന്ന് ശുചീകരണ തൊഴിലാളിയെ മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പരാതി. നാട്ടുകാരും ആശുപത്രി ജീവനക്കാരും ചേർന്ന് ഇരുവരെയും തടഞ്ഞുവെച്ച് പോലീസിൽ അറിയിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇരുവരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. സുബിനെതിരെ കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഉടുമ്പൻചോല പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. പുതിയ വീട് നിർമ്മിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് വയറിംഗ്, പ്ലംബിംഗ് പണികൾക്കാണല്ലേ. പ്രത്യേകിച്ച് ഇലക്ട്രിക് കേബിളുകൾക്ക് വലിയ രീതിയിൽ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നിന്ന് ഇലക്ട്രിക് വയറുകൾ കവർച്ച ചെയ്യുന്ന സംഘങ്ങളും വ്യാപകമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പാലക്കാട് പട്ടാമ്പി കൊപ്പത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ വൈദ്യുതി കേബിളുകൾ നഷ്ടമായി. വീട്ടുകാരുടെ പരാതിയിൽ കൊപ്പം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൃത്താല കൊപ്പം കോലോത്ത് പറമ്പിൽ നവാസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കൊപ്പത്തുള്ള തറവാടിനോട് ചേർന്നാണ് നവാസ് പുതിയ വീട് നിർമ്മിക്കുന്നത്. വീടിന്റെ വൈദ്യുതീകരണത്തിനായി 2 ലക്ഷത്തോളം രൂപയുടെ വൈദ്യുതി കേബിളുകൾ ഉപയോഗിച്ചിരുന്നു. നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കവെയാണ് മോഷണം നടന്നിരിക്കുന്നത്. കേബിളുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ 2 ദിവസം മുൻപ് പൂർത്തിയാക്കിയിരുന്നു. തുടർ പ്രവർത്തനങ്ങൾക്ക് തൊഴിലാളികൾ എത്തിയപ്പോഴാണ് സ്ഥാപിച്ച കേബിളുകൾ പകുതിയോളം മുറിച്ചു കൊണ്ടുപോയതായി കണ്ടത്. തുടർന്ന് വീട്ടുകാർ കൊപ്പം പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. സമീപ സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു വരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. കേരളത്തിൽ മയക്കുമരുന്ന് മാഫിയ തഴച്ചു വളരുകയാണ്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് സിന്തറ്റിക് ഡ്രഗുകൾ ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ രഹസ്യമായി വിൽപ്പന നടത്താൻ സംഘങ്ങളുണ്ട്. പെൺകുട്ടികളെയും യുവതികളെയും മുന്നിൽ നിർത്തിയാണ് ലഹരി മാഫിയയുടെ ഇടപാടുകൾ. കൊച്ചിയിൽ 2 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ MDMAയുമായി ഒരു യുവതി ഉൾപ്പെടെ 6 പേരെ പോലീസ് പിടികൂടി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ 9 കിലോയോളം കഞ്ചാവും കണ്ടെടുത്തു. എന്നാൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ 3 ഗ്രാം MDMAയുമായി യുവതി ഉൾപ്പെടെ 4 പേരെയാണ് പോലീസ് പിടികൂടിയത്. ചെങ്ങമ്മനാട് സ്വദേശി അഭിജിത്ത്, നൂർനാട് സ്വദേശി ഷെൽജിക്ക്, തൃക്കാക്കര സ്വദേശി റിഷാദ്, കോഴിക്കോട് സ്വദേശിനി റിൻസി മുംതാസ് എന്നിവരെ റൂറൽ ജില്ലാ ഡാൻസ് ഓഫും നെടുമ്പാശ്ശേരി പോലീസും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. കരിയാട് ഭാഗത്തുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു ഇവർ. സിപ്ലോ കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു രാസലഹരി. എയർപോർട്ട് ഭാഗങ്ങളിൽ വിൽപ്പനയായിരുന്നു ലക്ഷ്യം. ഇവർ നിരവധി ലഹരി കേസുകൾ ാണ്. മുൻപ് ഒരു കേസിൽ പിടിക്കപ്പെട്ട് ജയിലിലായിരുന്ന യുവതി അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. ഡാൻസ് ഓഫ് ടീമിനെ കൂടാതെ നർക്കോട്ടിക് സെൽ DYSP PJ ഉമേഷ് കുമാർ, നെടുമ്പാശ്ശേരി ഇൻസ്പെക്ടർ
BK അരുൺ, SI-മാരായ N ജയപ്രകാശ്, ഹമീദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. അങ്കമാലിയിൽ ലക്ഷങ്ങൾ വില വരുന്ന 550 ഗ്രാം MDMA-യുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫോർട്ട് കൊച്ചി സ്വദേശികളായ മുഹ്സിൻ, മുഹമ്മദ് സഖിൽ എന്നിവരെയാണ് റൂറൽ ജില്ലാ ഡാൻസാഫും അങ്കമാലി പോലീസും ചേർന്ന് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി KS സുദർശൻ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രതികൾ ബംഗളൂരുവിൽ നിന്നും രാസലഹരി വാങ്ങി ബൈക്കിൽ വാണിയമ്പാറ വരെ സഞ്ചരിച്ചു. തുടർന്ന് ടാക്സി കാറിൽ അവിടെ നിന്നും കൊച്ചി സിറ്റിയിൽ വിൽപ്പന നടത്തുന്നതിനായി പോകുന്ന വഴി അങ്കമാലിയിൽ വെച്ച് സാഹസികമായി വാഹനം തടഞ്ഞ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഫ്ലാസ്കിൽ പ്രത്യേക അറയുണ്ടാക്കി അതിനകത്ത് ഒളിപ്പിച്ച നിലയിലാണ് രാസലഹരി കണ്ടെത്തിയത്. നഗരത്തിലെ മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണികളാണിവർ. പ്രതികൾ സ്ഥിരം ലഹരിക്കടത്തുകാരാണെന്നും പോലീസ് പറയുന്നു. പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ പാസഞ്ചർ ട്രെയിനിൽ നിന്നാണ് 9 കിലോ കഞ്ചാവ് പിടികൂടിയത്. വിഷു ഈസ്റ്റർ റെയ്ഡിന്റെ ഭാഗമായിരുന്നു പരിശോധന. രാവിലെ 10 മണിയോടെ കോയമ്പത്തൂരിൽ നിന്നും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ഡാൻസ് ഓഫ് സംഘവും ഷൊർണൂർ റെയിൽവേ പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. പ്രതികളെ പിടികൂടാനായിട്ടില്ല. പരിശോധന തുടരുമെന്നും പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും റെയിൽവേ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി പാലക്കാട്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കള്ളപ്പണത്തിന്റെ ഒഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലും കണ്ണൂർ പയ്യന്നൂരിലും കള്ളപ്പണം പിടിച്ചെടുത്തത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വാഹന പരിശോധനയിലാണ്. നെയ്യാറ്റിൻകരയിൽ മതിയായ രേഖകളില്ലാതെ കൈവശം വെച്ചിരുന്ന 17 ലക്ഷത്തോളം രൂപയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പയ്യന്നൂരിലെ വാഹന പരിശോധനയിൽ 7.5 ലക്ഷത്തിലധികം രൂപയും പിടിച്ചെടുത്തു. വാഹനങ്ങളിൽ പ്രത്യേക അറകൾ ഉണ്ടാക്കി പണം കടത്താനായി നിരവധി സംഘങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. നെയ്യാറ്റിൻകരയിൽ നടന്ന വാഹന പരിശോധനയിൽ മതിയായ രേഖകളില്ലാതെ കൈവശം വെച്ചിരുന്ന 17.5 ലക്ഷം രൂപയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് കഴക്കൂട്ടം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസിൽ നിന്നാണ് പണം പിടിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കർണാടക സ്വദേശി നാരായണസ്വാമിയെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെടുത്തത്. പയ്യന്നൂർ കണ്ടോത്ത് രേഖകളില്ലാതെ കടത്തിയ 7.5 ലക്ഷത്തിലധികം രൂപയാണ് പിടികൂടിയത്. സ്റ്റാറ്റിക് സർവൈലൻസ് ടീമിന്റെ വാഹന പരിശോധനയ്ക്കിടെയാണ് കാറിൽ കടത്തുകയായിരുന്ന പണം പിടിച്ചത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് സുനേഷ് കെ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശ്രീകാന്ത് കെ, 4 BSF ജവാന്മാർ എന്നിവർ അടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. പണത്തിന് മതിയായ രേഖകൾ ഹാജരാക്കാൻ വാഹനത്തിലുണ്ടായിരുന്നവർക്ക് സാധിച്ചില്ല. പിടിച്ചെടുത്ത തുക ഫിനാൻസ് ഓഫീസർക്ക് കൈമാറുന്നതിനായി പയ്യന്നൂർ ട്രഷറിയിൽ ഏൽപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര പയ്യന്നൂർ. ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ എതിർ പാർട്ടിയിലുള്ളവർക്ക് പ്രവർത്തനാനുമതി വരെ നിഷേധിക്കുന്ന കാഴ്ചകൾ കാണാം. സ്ഥാനാർത്ഥികളെ തടയുകയും നേതാക്കളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധമെന്ന് മാത്രമല്ല, ശുദ്ധ തെമ്മാടിത്തരം കൂടിയല്ലേ. മലപ്പുറം വണ്ടൂരിൽ ശശി തരൂർ MPയുടെ വാഹനം തടഞ്ഞ് ഗൺമാനെ കയ്യേറ്റം ചെയ്ത സംഭവത്തെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാളികാവ് സ്വദേശിയും CPM പ്രവർത്തകനുമായ ഉമ്മറിനെയാണ് പിടികൂടിയത്. വെള്ളിയാഴ്ച രാത്രിയിലാണ് വണ്ടൂർ ചെള്ളിത്തോട് വെച്ച് ശശി തരൂരിൻ്റെ വാഹനം തടയുകയും ഇത് ചോദ്യം ചെയ്ത ഗൺമാന് നേരെ കയ്യേറ്റം ഉണ്ടാവുകയും ചെയ്തത്.
ശശി തരൂർ MP-യുടെ ഗൺമാൻ രതീഷ് KP-യുടെ പരാതിയിലാണ് വണ്ടൂർ പോലീസ് കേസെടുത്തത്. വാഹനം തടയുകയും ശശി തരൂരിനെയും മറ്റും അസഭ്യം പറയുകയും ഗൺമാനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത കളികാവ് സ്വദേശി ഉമ്മറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടയാൻ ശ്രമിച്ചതിനാണ് ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തത്. കേസിൽ മറ്റു രണ്ടുപേരെ കൂടി പിടികൂടിയിരുന്നെങ്കിലും പിന്നീട് ഇവരെ വിട്ടയച്ചു. ഇയാൾ കാളികാവ് മേഖലയിലെ ഇടതുപക്ഷ പ്രവർത്തകനാണ്. ശശി തരൂരിനെ തടഞ്ഞ 2 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി 7:30യോടെയാണ് സംഭവം. തിരുവാലി ചെള്ളിത്തോട് പാലത്തിന് സമീപത്ത് വെച്ച് MP-യുടെ വാഹനം തടഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായാണ് പരാതി. വണ്ടൂരിലെ UDF സ്ഥാനാർത്ഥി AP അനിൽകുമാറിന്റെ പ്രചരണ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു ശശി തരൂർ. 2 വാഹനങ്ങളിലായാണ് ശശി തരൂരും സംഘവും ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് പ്രതികളെത്തി ഹോണടിച്ചതിനെ ചൊല്ലി തർക്കിച്ച് വാഹനം തടഞ്ഞ് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത്. ന്യൂസ് 18 മലപ്പുറം. അവധിക്കാലം യാത്രകളും ആഘോഷങ്ങളുമായി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. കുടുംബത്തോടൊപ്പവും തനിച്ചും വിനോദയാത്രകൾ പോകുന്നവരുണ്ട്. എവിടെയാണെങ്കിലും അപരിചിതമായ സ്ഥലത്ത് പോകുമ്പോൾ അല്പം ശ്രദ്ധയും ജാഗ്രതയും വേണം. ഇല്ലെങ്കിൽ അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. IT പ്രൊഫഷണലായ കോഴിക്കോട് സ്വദേശിനി ശരണ്യ കഴിഞ്ഞ ദിവസം കർണാടകയിലെ കുടകിലേക്ക് ഒരു സോളോ ട്രിപ്പ് പോയതാണ്. പിന്നീട് ട്രക്കിങ്ങിനിടെ അവൾക്ക് എന്താണ് സംഭവിച്ചത്? കൊച്ചിയിൽ നിന്ന് 2 ദിവസം മുൻപാണ് ശരണ്യ കുടകിലേക്ക് യാത്ര പോയത്. യാവകപ്പടി എന്ന ഗ്രാമത്തിലെ ഹോം സ്റ്റേയിലായിരുന്നു താമസം. വനവകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റിൽ തിരിച്ചറിയൽ കാർഡും ബന്ധപ്പെടാനുള്ള വിവരങ്ങളും നൽകിയ ശേഷമാണ് യാത്ര ആരംഭിച്ചത്. എന്നാൽ 2 ദിവസമായി ആ യുവതിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ട്രക്കിങ്ങിനിടെ വഴിമാറിപ്പോയിരിക്കാമെന്നാണ് നിഗമനം. വനവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും 2 ദിവസമായി തെരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനായിട്ടില്ല. മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ഉല്ലാസത്തിനുമൊക്കെ യാത്രകൾ നല്ലതാണ്. എന്നാൽ തനിച്ചുള്ള യാത്രകളും സാഹസികതയും അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് ഓർമ്മ വേണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.